നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളുടെ പൂജ തന്നെ ആദ്യം നടക്കട്ടെ. സത്യമേ, മോള് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അർച്ചന തന്നെ ആദ്യം നടത്താം. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. പത്മിനി, പുണർത്ത നക്ഷത്രം. ഷടാ, പപ്പി എങ്ങോട്ട് പോയി? അയ്യോ അയ്യോ മോളെ, മോൾക്ക് എന്തെങ്കിലും പറ്റിയോ? വേദനയുണ്ടോ? ഉണ്ട്. നോക്കട്ടെ. ഇല്ല, കുഴപ്പമില്ല, വേദനയൊക്കെ മാറും കേട്ടോ. വേഗം മാറുവേ. ആന്റി ഡോക്ടറോ? കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി, അത് കുഞ്ഞേച്ചിയുടെ മോളാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അങ്കിൾ, ഇത് സാറ, നമ്മുടെ തൊട്ടടുത്ത വീട്ടില്. ഹായ്. സാറ ഫേമസ് മോഡലാ. ഓഹോ, അകത്തേക്ക് വാ. ഇരിക്കേ. ഇവിടെ ഒച്ചയനക്കൊന്നുമില്ലല്ലോ. അമ്മ പറഞ്ഞു നിത്യേച്ചിയുടെ വീട്ടില് ബന്ധുക്കൾ ഒരുപാടുണ്ടെന്ന്. അമ്മ പറഞ്ഞ ശരിയാ, ഒരുപാട് ആൾക്കാരുണ്ട്. ശിവാനന്ദൻ എന്റെ അനിയനാ. അവന് മാർക്കറ്റിലെ ഒരു ചെറിയ ബിസിനസ്സാ. അവനും മോനും കൂടി അങ്ങോട്ട് പോയി. നല്ലിവിടെ ഉണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് ഇപ്പൊ വരാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാ.
നിത്യേച്ചി എവിടെ? നിത്യ ഒരു സ്ഥലം വരെ പോയിരിക്കാണല്ലോ മോളെ. ഇനിയിപ്പോ വരാൻ വൈകും. അയ്യോ, അത് കഷ്ടായല്ലോ. സാറയാണെങ്കിൽ നിത്യേച്ചിയെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ നിത്യ ഒന്ന് വിളിക്കാം. നിങ്ങളോട് ഇരിക്കും. അയ്യോ വേണ്ട വേണ്ട, പോയ കാര്യം മുടക്കിട്ട് വിളിക്കൊന്നും വേണ്ട. കുറെ ദിവസമായി സുജാത മാഡവും ജ്യോതിയൊക്കെ നിത്യയെ കുറിച്ച് ഒരുപാട് പറയുന്നു. എന്നാ പിന്നെ ആളെ ഒന്ന് കണ്ടുകളയാന്ന് വിചാരിച്ച് ഇറങ്ങിയേ ഉള്ളൂ. കഷ്ടായി പോയില്ലോ. മക്കള് വന്നിട്ടൊരു ഗ്ലാസ് വെള്ളം തരാൻ പോലും കഴിഞ്ഞില്ലല്ലോ. അങ്കിൾ ഇനി അത് പറഞ്ഞ് വിഷമിക്കണ്ട. സാറയ്ക്ക് ഒഴിവുള്ളപ്പോ ഞങ്ങൾ ഇനിയും വരാം. അല്ല മോളെ, ഒരു മിനിറ്റ് ഇരിക്കും. ഞാൻ അകത്ത് പോയിട്ട് എന്താ നിനക്ക് തരാനുള്ളത് നോക്കട്ടെ. അയ്യോ അങ്കിളെ, ആ. എന്നെങ്ങനെ വേർതിരിച്ച് കാണണ്ടാട്ടോ. ഞാനവിടെ കുടുംബാംഗത്തെ പോലെയാണെന്നേ. അങ്കിള് ടെൻഷൻ ആവൊന്നും വേണ്ട, ഞങ്ങൾ പോയിട്ട് വരാം. അല്ല, അമ്മേനെ എപ്പോഴാ വരുന്നേ? അത് രസവാ. രാവിലെ അച്ഛൻ അമ്മയോട് ചോദിക്കുന്ന കേട്ടു എപ്പോഴാ വരുന്നേന്ന്. ഞങ്ങളെ കൊണ്ട് അച്ഛന് പൊറുതി മുട്ടിയിട്ടുണ്ടാവും. അന്ന് മകൾ ഇറങ്ങിക്കും. വാ. നിത്യ പറഞ്ഞതിനെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം? എന്നാ പേസ്, എന്നാ ബ്രില്യന്റ്. ഇതാ സാറേ പെമ്പിള്ളാർക്ക് വേണ്ടത്. മനസ്സിൽ എതിരുന്നാലും യാരുടെ മുഖത്ത് നോക്കിയും അപ്പടിയേ சொல்லும். സൂപ്പറാ ഇരിക്കപ്പാ. ആരാധന തോന്നിയല്ലേ? അയ്യാ, അത് പിന്നെ വന്ന് വിവാഹമുറപ്പിച്ച പെണ്ണിനോട് ഞാൻ ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുന്നത്. അത് അവളെന്റെ മുഖത്ത് നോക്കി തള്ളിക്കളഞ്ഞു. അതിനർത്ഥം അവളെന്നെ ഒരിക്കലും അനുസരിക്കുന്നവളല്ലെന്നല്ലേ? അവര് വന്ന് വേറെ രീതികൾ. അവളുടെ രീതികൾ എന്താണെന്ന് അവളുടെ സംസാരത്തിലുണ്ട്. അമ്മയ്ക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്പലത്തിന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നതും ദേവനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതും അമ്മയുടെ കയ്യിലെ ദീപം കെടാതെ നോക്കിയതൊക്കെ അമ്മ പരിഗണിക്കും. ഒരു ജീവിതം മുഴുവൻ ഞാൻ കൂടെ കൊണ്ട് നടക്കേണ്ടവളാ. എനിക്കും ഇത് സംസാരിക്കുന്ന ഒരുത്തിയുടെ കൂടെ ഒരു ജന്മമല്ല, ഒരു നിമിഷം പോലും കഴിയാൻ എനിക്ക് താല്പര്യമില്ല. അയ്യാ, അപ്പൊ ഇത് വന്ന് മുടക്ക പോയതാ? ഇത് അമ്മയെ കൊണ്ട് തന്നെ ഞാൻ മുടക്കിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ഉറക്കം പോവാനും എന്നെ കൂടുതലായി സച്ചേട്ടനിലേക്ക് അടുപ്പിക്കാനും എന്തിനാ ഈ കുതിരയും മാലാഖയൊക്കെ? വെറുതെ ഇങ്ങനെ എന്നെ തന്നെ നോക്കിയിരുന്ന പോരെ. ഇപ്പൊ എന്റെ ഉറക്കമൊക്കെ പോയി. എനിക്കറിയാം സച്ചേട്ടന്റെ മനസ്സ് മുഴുവൻ ഇന്ന് സന്തോഷം മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണക്കാരിയായതിന്റെ സന്തോഷം എന്റെ മനസ്സിൽ നിറയെ. താനിന്ന് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് ഞാൻ ഇനി തന്നെ ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ ഇന്നൊരു ദിവസമെങ്കിലും എനിക്ക് കുറേ തവണ പറയണം. വേണ്ട സച്ചേട്ടാ, ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ഒന്നിന്റെ പേരിലും കൂടുതൽ നന്ദി പ്രകടനം ഒന്നും എനിക്കിഷ്ടമല്ല. പ്രത്യേകിച്ച് ഞാനും സച്ചേട്ടനും തമ്മിൽ. നന്ദേട്ടൻ വരുന്ന സന്തോഷത്തിന്റെ ഒപ്പം തന്നെ എന്നെ പൂർണ്ണ സന്തോഷവതിയാക്കിയതേ മറ്റൊരു കാര്യം. എന്നോടുള്ള പിണക്കം മാറ്റി അച്ഛൻ മനസ്സ് തുറന്ന് എന്നോട് സംസാരിച്ചത്. അച്ഛൻ എന്നിൽ നിന്ന് അകന്നു നിന്നപ്പോ അത്രയും വിഷമിച്ചതുകൊണ്ടാവും എനിക്ക് ഇപ്പോ പ്രത്യേക സന്തോഷം തോന്നുന്നത്. ആ വലിയ മനുഷ്യൻ എന്നോട് ചെയ്തതിനെല്ലാം മാപ്പ് പറഞ്ഞപ്പോ ഞാൻ മരിച്ച അവസ്ഥയിലായിപ്പോയി. എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന്. എന്നിട്ടും അച്ഛൻ എന്നോട് ക്ഷമ ചോദിച്ചത്. അത് നന്ദേട്ടൻ വന്ന സന്തോഷമുണ്ട്.
എന്റെ ജീവിതത്തിൽ എനിക്കിതൊക്കെ പോരെ സച്ചേട്ടാ. പോരെന്ന് ചോദിച്ച ഓരോ അവസ്ഥകളല്ലോടെ ഓരോന്ന് ചെയ്യിക്കുന്നേ. നാളെ ഒരു സമയത്ത് ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. എല്ലാവരുടെയും സന്തോഷത്തിന് കാരണമാവുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഇനി ഇതുപോലുള്ള സന്തോഷങ്ങള് നമുക്ക് എല്ലാവർക്കും കൊടുക്കണം. അതെപ്പോഴാണെന്നറിയോ എനിക്ക്? സന്ദീപനും ആദരിക്കും എനിക്കും തനിക്കൊരു കുഞ്ഞ് ജനിക്കുന്ന ദിവസം. അന്നും ഇതുപോലെ എല്ലാവരും സന്തോഷിക്കും. ഇതുപോലെ അപ്രതീക്ഷിത സംഭവങ്ങളല്ലാത്തോണ്ട് അത് ഒരാഘോഷമാക്കണം നമുക്ക്. ഞാനും താനും അച്ഛനും അമ്മയാവുന്ന ദിവസം. ദേ പറയുമ്പോ തന്നെ രോമാഞ്ചം ഉണ്ടാവുന്നു. അല്ല, ഇതിനൊക്കെ ആയിട്ട് തനിക്ക് എന്താ വേണ്ടത്? താൻ പറ. എനിക്കൊന്നും വേണ്ട സച്ചേട്ടാ. ഈ മുന്നിൽ നിൽക്കുന്ന ആളല്ലേ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനേ വേഗം പോയി വാങ്ങിട്ട് വരാം കേട്ടോ. ശരി. അവനെന്താ ഇവിടെ നിർത്തിയത്? കടയിൽ കയറാൻ നിർത്തിയതായിരിക്കും. ആ ഓട്ടോ ഡ്രൈവർ മാറിയാ ഞാൻ പോയി കുട്ടിയെടുക്കും. അപ്പൊ വേഗം വണ്ടി അങ്ങോട്ട് കൊണ്ടുവരണം. ചേട്ടാ ഒരു ബോക്സ് സ്വീറ്റ്സ്. ആ ശരി. ആ കുട്ടിയെ ഞാൻ എടുത്ത അപ്പൊ തന്നെ നമുക്ക് വണ്ടി കയറ്റി പോകാൻ പറ്റണം. ശരിയാണ്. മോൾ ഇവിടെ ഇരുന്ന് കേട്ടോ. അങ്കിൾ അതുവരെ പോയിട്ട് വരാം. അങ്കിൾ എവിടെ പോവാ? ഞാനൊരു സിഗരറ്റ് വലിച്ചിട്ട് വരാം. സിഗരറ്റ് സ്മോക്കിംഗ് ബാഡ് ആണെന്നാ സ്കൂളിലെ മിസ് പറഞ്ഞേ. ക്യാൻസർ വരും. മോക്ക് പുകയടിക്കാതിരിക്കാനാ ഞാൻ മാറി നിൽക്കുന്നത്. അപ്പൊ അങ്കിളിന് വരൂലേ? ഓ, അങ്കിളൊക്കെ എപ്പോഴും വലിക്കുന്നതാ. എന്നാലും അങ്കിളിന് എന്തെങ്കിലും അസുഖം വന്നാ അങ്കിളിന്റെ മക്കൾക്ക് സങ്കടാവൂലേ? എന്റെ അമ്മ മരിച്ചു പോയതാ. അതിലെനിക്ക് എന്തോരം സങ്കടം ഉണ്ടെന്നറിയോ? ജീവിതം അങ്ങനെയൊക്കെയാ മോളെ. അതൊക്കെ മോള് വലുതാകുമ്പോ മനസ്സിലാവും. ഞാൻ പോയി കുട്ടിയെടുക്കാം. ചേട്ടാ വണ്ടി ഓട്ടം പോവും. ഞാൻ ട്രിപ്പിലാ. ആള് കടയിൽ കയറിയിരിക്കാം. ഓ ശരി. ആ ശരി. കിട്ടിയോ ഗംഗേ? കിട്ടി. ഹായ്, താങ്ക് യു ഗംഗേ. ചേട്ടാ പോ. പൊയ്ക്കോ, ഞാൻ പൊയ്ക്കോളാം. വേണ്ട, മാള് പോയിട്ട് ഞാൻ പോയിക്കോളാം.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ എന്താ സംഭവിക്കുന്നത്? എനിക്കിത് എന്താ പറ്റിയേ? എന്റെ ശക്തിയെല്ലാം ചോർന്നു പോയതുപോലെ തോന്നുന്ന എന്താ? മോളെ, മാളു! അമ്മ എന്നെ രക്ഷിക്കമ്മേ. ഗംഗേ, ഒന്ന് വാ ഗംഗേ. അമ്മേ, അമ്മ എന്നെ രക്ഷിക്കമ്മേ. മോളെ, മാളു! അയ്യോ! അമ്മേ. മാളു! എന്നെ ആരോ ആവാഹിക്കുകയാണല്ലോ. അതിശക്തമായ മന്ത്രങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ലല്ലോ. എന്നെ അവര് ഇല്ലാതാക്കോ? എന്റെ മാളു, അവക്ക് എന്താ പറ്റിയെന്ന് പോലും അറിയാൻ സാധിക്കുന്നില്ലല്ലോ. അമ്മേ, മാളു! അച്ഛാ, എന്നെ രക്ഷിക്കച്ചാ. എന്നെ ബന്ധിച്ചാവാഹിക്കുകയാണ്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഈ ഭൂമി വിട്ട് ഞാൻ പോയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവൾ ഇതെന്ത് ഭാവിച്ചാ ഇനിയും അവിടെ കയറി നിൽക്കുന്നെ? നീ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞതല്ലേ? ഞാനേ പോവാൻ പാടില്ലെന്ന് ചേച്ചി ഇപ്പോഴും പറയുന്നത് അത് എന്തിനു വേണ്ടിയെന്ന് കവരി ചേച്ചിക്ക് അറിയില്ലേ? ഇങ്ങനൊരവസ്ഥയിൽ ആ മനുഷ്യനെ ഇഞ്ചിഞ്ചായി വേദനിപ്പിക്കാൻ. ശരിയാ, അവളുടെ വയറ്റിൽ അവന്റെ കുഞ്ഞു വളരുമ്പോ സഞ്ജുവിനൊന്ന് കാണാൻ പോലും മുഖം കൊടുക്കാതെ അവൾ അവനെ ശിക്ഷിക്കുകയാണ്. ഇപ്പോ അവള് മടങ്ങി വരാൻ തയ്യാറായില്ലെങ്കിൽ ഇനി മംഗലശ്ശേരിയിലേക്ക് അവള് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മു. പണ്ടേ വാശിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ശ്രീകുട്ടി കാണിക്കാറില്ലെന്ന് വല്യച്ഛ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പിടിവാശി തന്നെയാ അവൾ ഇവിടെയും കാണിക്കുന്നെ. അവൾക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ശ്രീദേവിയടത്തേക്ക് ഒരു പ്രതീക്ഷയൊക്കെ വന്നു തുടങ്ങിയതാ. ഇനി
എങ്ങനെ ഞാൻ ഈ വിവരം അവിടെ ചെന്ന് പറയും? ഈ കുടുംബത്തിൽ ആർക്കും സ്വസ്ഥതയും സമാധാനം ഉണ്ടാവുമെന്ന് ആരും കരുതണ്ട. എല്ലാത്തിനും കാരണം ഞാനല്ലേ. ഇനി ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി എനിക്ക് പോവാനാവില്ല. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല അമ്മു. ശ്രീകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നന്നായിട്ട് അറിയാം. നിനക്കതിലൊരു പങ്കുമില്ലെന്നും അവൾക്കറിയാം. നീ ഈ വീട്ടിലേക്ക് സ്വയം വന്ന് കയറിയതല്ല. എങ്കിലേ അതൊരു ചതിയാണെന്ന് പറയാൻ പറ്റൂ. അവളെ തന്നെയാ നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. നീ അവൾക്ക് വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളും മറന്നു കളയാൻ ശ്രീകുട്ടിക്ക് പറ്റില്ല. എന്നിട്ട് എന്തിനാണ് അവൾ ഈ വാശിയും വൈരാഗ്യമൊക്കെ കാണിക്കുന്നത്? ചേച്ചിയുടെ ഏറ്റവും വലിയ സങ്കടം അദ്ദേഹം ചേച്ചിയിൽ നിന്ന് അത് മറച്ചു വെച്ചതാണ്. ഒരു കണക്കിനത് ശരിയല്ലേ? എന്റെ ഭർത്താവിനെ കണ്ടെത്താൻ ചേച്ചി അദ്ദേഹത്തെയും കൂട്ടിയായിരുന്നല്ലോ അന്വേഷിച്ച് നടന്നത്. മുഖം അറിയാതെ അന്വേഷിച്ച് നടന്നയാൾ തന്റെ കൂടെയുള്ള ആളാണെന്ന് പിന്നീട് അറിഞ്ഞാൽ ചേച്ചിയെ പോലെ അഭിമാനമുള്ളൊരു പെണ്ണിന് അത് സഹിക്കാനാവില്ല. എന്റെയും ആ മനുഷ്യന്റെയും അവസ്ഥ എന്ത് തന്നെയായാലും അതൊരു കൊടും ചതി തന്നെയാ. ഇവിടെ നിന്നും പോവാൻ ഇറങ്ങിയതാ ഞാൻ. തൽക്കാലം ഞാൻ ഇനി പോകുന്നില്ല. എനിക്ക് വീട്ടിലേക്ക് പ്രസവത്തിന് മുൻപ് ചേച്ചി കൊണ്ടുവരണം. ഇത് എന്റെ മാത്രം ആവശ്യമാണ്. അതിന് കഴിയാതെ ഞാൻ ഇവിടുന്ന് പോയാ മനസമാധാനത്തോടെ ഒരിടത്തും എനിക്ക് ജീവിക്കാനാവില്ല. എന്റെ സുഖവും സന്തോഷവും ഒക്കെ ചേച്ചിയുടെ ചിരിക്കുന്ന മുഖം കാണുന്നതാ. ശ്രീകുട്ടിയുടെ മനസ്സ് മാറ്റാൻ നിനക്ക് എങ്ങനെ കഴിയാനാമോ? എനിക്കതിന് കഴിയും. ചേച്ചിക്ക് വേണ്ടി ഞാൻ ജീവത്യാഗം ചെയ്യുമെന്ന് പറഞ്ഞത് വെറും വാക്കാവില്ല. അതിനുവേണ്ടി ഞാൻ എന്നെ ബലി കൊടുക്കാനും തയ്യാറാവും. നീ എന്താ ജീവൻ ഒടുക്കി അവർക്കിടയിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പോവാണോ? നോക്കമ്മു, അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവുന്ന നീ കരുതണ്ട. പിന്നെ ഈ ജന്മം ശ്രീകുട്ടിക്ക് വീട്ടിൽ വന്ന് കയറാൻ പറ്റാതാവും. ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ എനിക്ക് എന്നെ അത് ചെയ്യായിരുന്നു. മരണത്തിന് പോലും എന്നെ വേണ്ടെന്ന് ഒരുപാട് അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞവളാ ഞാൻ. പിന്നെന്താ നീ ചെയ്യാൻ പോകുന്നതെന്ന് എന്നോട് പറ. മരിക്കാതെ തന്നെ മരിച്ചു ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. ഞാനും അതിലൊരാളായ പോരെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ ഞാനൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നു എന്ന് കേട്ടപ്പോ കുമ്പസരിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചാലോ? ഒരു ചതി എന്റെ കുഞ്ഞിനെ ഞാൻ എന്തിനു പ്രസവിച്ച് വളർത്തണം? നാളെ പറക്കമുറ്റി കഴിയുമ്പോ ആ ചതിന്റെ അടുത്തേക്ക് പറന്നു പോവാനോ? വീണ്ടും വീണ്ടും ഞാൻ തോറ്റു കൊടുക്കണോ? ജീവിതകാലം മുഴുവനും സ്വാതി ഒരു വീട്ടിലായി ജീവിക്കണം. അദ്ദേഹത്തിന്റെ ജീവന് അപായം വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ താലി കഴുത്തിലണിയുന്നത്. ഒരു ഭാര്യ എന്ന ആഭരണമല്ല എനിക്ക് ഈ താലി. അത് അഴിച്ചു മാറ്റാനാ ചേച്ചി പറയുന്നത്. പരിഹാരക്രിയകൾ ചെയ്തിട്ടാണെങ്കിലും ഈ താലി ഞാൻ അഴിച്ചു മാറ്റും. അദ്ദേഹവും ചേച്ചിയും കുഞ്ഞും എന്നും സന്തോഷത്തോടെ ജീവിക്കണം. ഡോക്ടറുമായുള്ള വിവാഹം കഴിഞ്ഞ എന്നേക്കുമായി എനിക്ക് എല്ലാവരെയും ഉപേക്ഷിച്ച് പോവേണ്ടി വരില്ല. ചേച്ചി എന്താവശ്യപ്പെട്ടോ അത് ഞാൻ അനുസരിക്കും. ഇനി ചേച്ചി എനിക്ക് തന്ന വാക്ക് പാലിക്കൂ. അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. കവിതയുടെ ഈ കളി ജാക്കിയെ വെച്ചല്ലാന്ന് ജോസ് പറഞ്ഞത് ശരിയായിരിക്കും. ജാക്കിയെ കവിത മറ്റെന്തോ ലക്ഷ്യത്തിന് മാറ്റി നിർത്തിയിരിക്കുക.
എന്താ ഗൗരി? എന്താണെന്നോ? നീ എന്റെ മുന്നിൽ അഭിനയിക്കുകയാണോടി? എന്റെ ഏട്ടനെ നീ എവിടേക്കാ കൊണ്ടുപോയെന്ന് എനിക്കറിയണം. നിന്റെ ഏട്ടൻ എന്റെ ഹസ്ബൻഡ് അല്ലേ? എന്റെ സ്വന്തം ഭർത്താവിനെ ഞാൻ എവിടെ കൊണ്ടുപോവാനാ? പെറ്റമ്മയുടെ ചോര കണ്ടിട്ട് മതിയാവാത്ത ദ്രോഹി, നിർത്തടി. ഗൗരി, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഞാൻ എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുക. അല്ല, ആക്ച്വലി ഗൗതത്തിന് എന്ത് പറ്റി? ദക്ഷ എന്റെ നേരെ തട്ടിക്കയറാതെ കാര്യം പറ. എന്റെ വീട്ടിൽ നിന്ന് ഏട്ടനെ തട്ടിക്കൊണ്ടു പോയിട്ട് നീ നിരപരാധി ചമയുന്നോ? അയ്യോ, അങ്ങനെയൊക്കെ സംഭവിച്ചോ? ആ, നിന്റെ ചേട്ടന്റെ കയ്യിലിരിപ്പൊക്കെ നിനക്ക് അറിയാലോ അല്ലേ? ഗൗതത്തിന് ഇല്ലീഗലായി ഒരുപാട് ഇടപാടുകൾ ഉണ്ടാവും. അതിലാരെങ്കിലും ആവും കൊണ്ടുപോയത്. നീ തന്നെ അതിന് പിന്നിലെന്ന് എനിക്കറിയാം. എന്റെ ഏട്ടൻ എന്തെങ്കിലും പറ്റിയ ദേ നിന്നെ ഞാൻ ബാക്കി വെച്ചേക്കില്ല, തീർത്തു കളയും. ഷോ, നീ എന്നോട് പോരെന്ന് വരാതെ ഗൗതത്തെ കണ്ടുപിടിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഞാൻ വിധവയായി പോവും. ഞാൻ വരുന്നുണ്ടടി നിന്നെ കാണാൻ. ഹലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. Pulse rate 97. Heartbeat 68. പ്രഷർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയണേ. വളരെ സീരിയസ് ഇഞ്ചുറിയാണ്. നമുക്ക് ഒബ്സർവേഷനിൽ വെക്കാം. ഒബ്സർവേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാനിത് എവിടെയാ? പേടിക്കണ്ട, ഹോസ്പിറ്റലിലാ. ഹോസ്പിറ്റലിലോ? പാർവതി, സാറെവിടെയാ? എഴുന്നേൽക്കല്ലേ? എന്താ ഇത്? കിടക്ക്. കിടക്കണം മാഡം.
പേടിക്കണ്ട മാഡം, സാർ അപ്പുറത്തുണ്ട്. സാറിന് കുഴപ്പമൊന്നുമില്ല. ഈ ട്രിപ്പ് കഴിയട്ടെ, മാഡത്തിന് സാറിനെ കാണാം. പേടിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, ഇവരാ നിങ്ങളെ ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അച്ഛാ, എനിക്ക് വിശാൽ സാറിനെ ഒന്ന് കാണണം അച്ഛാ. ഇപ്പൊ ആരെയും അകത്തേക്ക് കയറ്റി വിടില്ല മോളെ. തൽക്കാലം മോൾ അങ്ങോട്ട് ചെന്നിരിക്കും. ചെല്ലു മോളെ. ഗാർഗി വിളിച്ചോണ്ട് പോ. ചെല്ലു മോളെ. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? മോളെ, ഇപ്പോ അങ്ങനെയൊന്ന് ചോദിച്ച് ഇവളുടെ വിഷമം കൂട്ടണ്ട. വിശാൽ സാറിന് ഒന്നും സംഭവിക്കില്ല. ഇല്ല, സാർ എത്രയും പെട്ടെന്ന് തന്നെ സുഖമായിട്ട് വരും. ഉദയനൂരമ്മ സാറിനെ കാത്തു രക്ഷിക്കും. എന്റെ ഉദയനൂരമ്മ വിശാൽ സാറിനെ കാത്തു രക്ഷിക്കുന്നേ. വിശാൽ, അയ്യോ എന്റെ പൊന്നു മോനെ, മോനെ, എന്റെ വിശാല്. പ്രഭാവതി, പ്രഭാവതി, എന്താ ഇത്? പ്രഭാവതി, ഗോപിട്ട, നമ്മുടെ മോൻ ഗോപിട്ട, എന്റെ കുഞ്ഞിന് എന്താ പറ്റിയ? എന്റെ പൊന്നു മോൻ, അവൻ എന്താ പറ്റിയത് ഗോപിട്ട? പ്രഭാവതി, അവന് പറ ഗോപിട്ട. പ്രഭാവതി, നീ സമാധാനിക്കും. ഡോക്ടർ, എന്റെ മോൻ എന്താ പറ്റിയത്? എന്റെ മോനിപ്പോ എങ്ങനെയുണ്ട്? ഒന്ന് പറ ഡോക്ടർ, എന്റെ മോനിപ്പോ എങ്ങനെയുണ്ടെന്ന്. ഞങ്ങൾ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല. അയ്യോ ഗോപിട്ട, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ. മോനെ വിശാലേ, അയ്യോ. ഇവിടെ നിന്ന് ഇങ്ങനെ ബഹളം കൂട്ടരുത്. ഇതൊരു ഹോസ്പിറ്റലല്ലേ. ഇവിടെ നിന്ന് ബഹളം വെച്ചാ മറ്റു പേഷ്യൻസിന് അത് ബുദ്ധിമുട്ടാവില്ലേ? ഇവരെ പിടിച്ച് അങ്ങോട്ട് ഇരുത്തിക്കേ. പ്രഭാവതി, നീ വന്നേ. എന്റെ മോൻ ഇവിടെ ഇരിക്കേ. അയ്യോ വിശാലേ. ഇവള് ചത്തില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതേമേ, നടന്നു. ഇതെല്ലാം ആ ശ്യാമ ഒരുത്തിയുടെ പ്ലാനിങ്ങോ? അതേമേ, അവള് അമ്മ എന്നെ ചതിക്കാൻ വേണ്ടി എവിടുന്നോ ഒരു പൊടി കൊണ്ടുവന്ന് ഓട്സിൽ കലക്കി കുടിച്ചതാ. എന്നിട്ട് ബാക്കി വന്നത് എന്റെ ബാഗിലും കൊണ്ടുവച്ചു. അതെയോ? അത് ഞാൻ അറിഞ്ഞില്ല. അതാണ് അമ്മേ ശരിക്കും സംഭവിച്ചത്. നമ്മള് വെറുതെ കുറ്റക്കാരായി.
ശ്യാമ നമ്മളെ മനഃപൂർവ്വം കുറ്റക്കാരാക്കി. വിഷപ്പൊടി എവിടെന്നോ കൊണ്ടുവന്ന് ശ്യാമ കുടിച്ചു. ആ അതാ സത്യം. വയറ്റിലുള്ള സ്വന്തം കുഞ്ഞിനെ കൊന്ന് നമ്മളോടുള്ള പ്രതികാരം വീട്ടാൻ അവൾ അതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. വിഷം കുടിച്ച് കുഞ്ഞു അവളും മരിച്ചാലും പ്രശ്നമില്ല. പക്ഷെ അവൾക്ക് നമ്മളെ പ്രതികളാക്കണം, അല്ലേ? അത് ഇനി നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണോ, അല്ലേ? ഞാൻ എന്റെ സ്വന്തം അമ്മയോട് കള്ളം പറയോ? ഇല്ലല്ലോ. സ്വന്തം അമ്മ, അമ്മയേക്കാൾ സ്നേഹം. ഞാൻ അമ്മയ്ക്ക് വേണ്ടി ചാവും കുത്തും കൊല്ലും. ചക്കരയമ്മ, പാൽക്കട്ടി, എന്തൊക്കെയാ പലപ്പോഴായിട്ട് നീ എന്നോട് പറഞ്ഞിട്ടുള്ളേ? എല്ലാം സത്യമാണല്ലോ. എനിക്കൊരു മോളില്ലാത്തതാ. അപ്പോ ഒരു മോളുടെ സ്നേഹം നീ എനിക്ക് തരുന്നുണ്ടല്ലോ. എല്ലാം ഞാനങ്ങ് വിശ്വസിച്ചു പോയി. അമ്മ, എനിക്ക് നിന്നോടുള്ള സ്നേഹവും വിശ്വാസവും എല്ലാ സന്ദർഭത്തിനനുസരിച്ച് നീ മുതലെടുത്തു. നീ അപ്പപ്പ എനിക്ക് ഓതി തന്നതല്ല ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു. എനിക്ക് ശ്യാമയോട് കുറച്ച് നീരസം തോന്നിയപ്പോ നീ അതിനെ ഊതി വീർപ്പിച്ചു. ആ ഇഷ്ടക്കേട് പരമാവധി നീ മുതലാക്കി, അല്ലേ? ഇത്രയും നാള് ഞാൻ നിന്റെ കയ്യിലെ വെറും ഒരു പാവയായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായി. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ എന്നെ കളിപ്പിക്കുകയായിരുന്നു. ഒടുവിൽ നീ എന്നെ ജയിലിൽ കയറ്റാനും നോക്കി. വേണം, ഇങ്ങനെ തന്നെ വേണം. നിന്റെ വാക്ക് കേട്ട് ശ്യാമയെ ദ്രോഹിച്ച് എനിക്ക് ഇങ്ങനെ തന്നെ വേണം. ഒരു മകളെ പോലെ നിന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തൊരമ്മയ്ക്ക് ആ സ്നേഹം ഇങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കണം. അമ്മ, അമ്മ, ഞാൻ ആകെ തളർന്നു നിൽക്കുക. മരിച്ചു കളഞ്ഞാലോ എന്ന് വരെ എനിക്ക് തോന്നുക. ഈ ഒരു അവസ്ഥയില് അമ്മ കൂടെ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. മരിക്കണമെന്ന് വെറുതെ തോന്നുന്ന എന്തിനാ? ഇതിനേക്കാളും നല്ലത് നീ അതങ്ങ് ചെയ്യും. ബാക്കിയുള്ളവർക്കെങ്കിലും സമാധാനം കിട്ടുമല്ലോ. എന്റെ അമ്മ തന്നെയാണോ ഈ പറയുന്നത്? എന്റെ മോള് തന്നെയാണോ മരുമകൾക്ക് വിഷം കൊടുത്തവളായി എന്നെ ജയിലിൽ കയറ്റാൻ നോക്കിയത്? ഈ കുടുംബത്തിന്റെ അന്തസ്സോർത്ത ഞാൻ നിന്നെ ഈ വീട്ടിൽ ഇറക്കി വിടാത്തെ. ഇല്ലെങ്കിൽ നീ ആ പാതകം ചെയ്തു എന്നറിഞ്ഞ നിമിഷം ഞാനത് ചെയ്തേനെ. ഇനി മേലാൽ അമ്മയെന്നും വിളിച്ച് എന്റെ പിന്നാലെ വന്നേക്കരുത്, പറഞ്ഞേക്കാം. പിന്നെ ഇനി ഇതുപോലെ എന്തെങ്കിലും ക്രൂരത കാണിച്ച പോലീസ് കേസ് എടുപ്പിച്ച് നിന്നെ ഞാൻ ജയിലിലേക്ക് അയക്കും. അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം, മനസ്സിലായോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് ഐശ്വര്യയുടെ മാത്രം പ്ലാനിംഗ് അല്ലെന്ന് തോന്നുന്നേ. ഇതിന് പിന്നിൽ മറ്റാരോ ഉണ്ട്. അരുന്ധതിയും വിസ്മയാവും. അവർക്ക് ആ ശ്യാമയുടെ അത്ര വാശി അല്ല. വിസ്മയ ഇപ്പോ വാശി കാണിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ല. തലയ്ക്ക് സുഖമില്ലാത്ത മകളെ ശുശ്രൂഷിക്കുന്ന തിരക്കില്ല അരുന്ധതി മാഡോ. അവരാവാൻ ചാൻസ് ഒന്നുമില്ല. പിന്നെ അങ്ങനെ ശ്യാമയ്ക്ക് പുതിയ ശത്രു വരാ ഉണ്ട്, ആരും ഉണ്ട്. ഐശ്വര്യത്തെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ആ ആളാ. ശ്യാമ അവരെ കണ്ടോ? ഇല്ല. ഐശ്വര്യത്തെ മറിഞ്ഞു നിന്ന് പലപ്പോഴും ആർക്കോ ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നും അത്ര വ്യക്തമായില്ലെങ്കിലും അങ്ങനെ ഒരു പുതിയ സഹായി ഐശ്വര്യത്തേക്കുണ്ട്. അതെനിക്ക് ഉറപ്പാ. അപ്പൊ ഇനി ശ്യാമ കൂടുതൽ സൂക്ഷിക്കണം. സൂക്ഷിക്കണം. നമ്മുടെ കുഞ്ഞ് നമുക്ക് പ്രധാന. അത്രയ്ക്കും സൂക്ഷിക്കണം. എന്റെ ദൈവമേ, എന്തൊരു വേദനയാ. എന്റെ വിഷമം ഞാൻ ആരോടാ പറയാ? ഈ പൊടി ഇത്രയും വേദനയുണ്ടോ? സഹിക്കുന്നില്ലല്ലോ. ശരാ,
ഭഗവാനെ. പതുക്കെ നടക്കടോ. ഏയ് സാരമില്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്നാലും സൂക്ഷിക്കണം കേട്ടോ. സർ. മിസ്റ്റർ അഖിൽ, ശ്യാമയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? സർ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓ നന്നായി. ശ്യാമ അടുത്തുണ്ടോ? ഫോണൊന്ന് കൊടുക്കാമോ? ആ സർ, ഇവിടെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. സംഗീത സംവിധായകന സംസാരിക്കാം. ഹലോ സർ. ശ്യാമേ, ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വിചാരിക്കരുത്. സിനിമയുടെ ഷൂട്ടിംഗ് ഉടനെ തുടങ്ങണം. അതിനു മുമ്പ് പാട്ടുകളുടെ റെക്കോർഡിംഗ് പൂർത്തിയാക്കേണ്ടി വരും. ശരി സർ. ശ്യാമ പാടാൻ ഓക്കെ അല്ലേ? ഇപ്പൊ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല സർ. വേദന കുറവുണ്ട്. ഡോക്ടറോടും കൂടി ഒന്ന് ചോദിച്ചാൽ മതി. അപ്പോ ഡോക്ടറോട് സംസാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞൊന്ന് വിളിക്കുമല്ലോ അല്ലേ? അതെ സർ, തീർച്ചയായിട്ടും വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു ശ്യാമേ. ഓക്കെ ശരി സർ. അന്ന് വന്ന സിനിമയുടെ ആൾക്കാരെ വിളിച്ച് എനിക്ക് സുഖമായെങ്കിൽ ഉടനെ തന്നെ റെക്കോർഡിംഗ് വെക്കാന്ന് പറഞ്ഞു. അല്ല മാം, ഇപ്പൊ എനിക്ക് വേദന കുറവുണ്ട്. പാടാൻ വേറെ പ്രയാസമൊന്നുമില്ല. എന്തായാലും സൂക്ഷിക്കണം. ഡോക്ടറെ വിളിച്ചിട്ട് അറിയിക്കാന്നാ പറഞ്ഞത്. അത് മതി. ഈ സമയത്ത് കൂടുതൽ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. അമ്മേ, ഞാൻ ഡോക്ടറെ ഒന്ന് വിളിച്ച് ചോദിക്കാം. പോണിങ്ങ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ മൈഥിലി അതിലൊരു തെറ്റ്? ജോലി, അതും അയാളുടെ അസിസ്റ്റന്റ് ആയിട്ട്. നീ ഇത്ര പൊട്ടനാണോ? അതോ നീ പൊട്ടൻ കളി കളിക്കുന്നതാണോ? മൈഥിലി, സ്വാമിനാഥൻ സാറ് നമ്മുടെ ഒരു രക്ഷകനാണ്. അദ്ദേഹം നമ്മളെ സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അല്ല, നിനക്കും കൂടി ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ഞാനും കരുതി. കുറച്ചു നാളും കൂടി പിടിച്ചു നിൽക്കാൻ കഴിയുമല്ലോ. എന്റെ സ്വർണം വിറ്റ കാശില്ലേ നിന്റെ കയ്യില്? എന്റെ മൈഥിലി, അതൊക്കെ പെട്ടെന്ന് തീരില്ലേ? നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ലക്ഷ്യം കൂടി കാണണ്ടേ? നിനക്ക് മനുഷ്യരെ മനസ്സിലാവില്ലെന്ന് വെച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? അയാളുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാൻ എന്നെ കിട്ടില്ല. അതിനെന്താ മൈഥിലി നിനക്ക് ഇത്ര ഈഗോ? അല്ല, പലരും ജോലി ചെയ്യുന്നത് പലരുടെയും കീഴിലല്ലേ? അയാൾ ഒരു പിശക് മനുഷ്യനാണെന്ന് ഞാൻ പല പ്രാവശ്യം നിന്നോട് പറഞ്ഞു. അയാൾ ഒരു കുറുക്കനാ. എന്റെ മൈഥിലി, എടീ, അയാൾക്ക് നിന്റെ അച്ഛന്റെ പ്രായമുണ്ട്. അച്ഛന്റെ പ്രായമുള്ളവരല്ലേ സ്ത്രീകളോട് മക്കളോടെന്ന പോലെയാണോ പെരുമാറുന്നത്? അല്ല, നീ എന്താ പറഞ്ഞു വരുന്നേ? നിന്റെ ഈ സിറ്റുവേഷനിൽ ഇപ്പൊ കാർത്തി ആയിരുന്നെങ്കിൽ കാർത്തി ഇങ്ങനെ ഒരു തീരുമാനമൊന്നും എടുക്കില്ലായിരുന്നു. അപ്പൊ അത് ശരി. ഞാനിത് പല പ്രാവശ്യമായിട്ട് ശ്രദ്ധിക്കുന്നു. നിന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും കാർത്തി ഇറങ്ങി പോയിട്ടില്ല അല്ലേ? കാർത്തിക്കിനെ ഇറക്കി വിട്ടിട്ടാണല്ലോ ഞാൻ നിന്റെ പിറകെ വന്നത്. ഞാൻ പറഞ്ഞതേ കാർത്തിക്കും നീയും തമ്മിലുള്ള വ്യത്യാസമാ. എന്നേക്കാൾ വലിയ മഹാനാണ് അവനെന്നല്ലേ നീ ഇപ്പൊ പറഞ്ഞു വരുന്നേ? ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന സുരക്ഷിതത്വങ്ങൾ പലതും നിന്നിൽ നിന്ന് എനിക്ക് കിട്ടാതെ പോകുന്നുണ്ട്. അത് തുറന്നു പറഞ്ഞതാ. ഞാനെന്താടി നിന്നെ പെരുവഴിയിൽ ഉപയോഗിച്ചിട്ട് വല്ലയിടത്തേക്കും പോയോ? അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. നീ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേ? ഒരാളെ മനസ്സിലാക്കാനുള്ള കഴിവ് പോലും നിനക്കില്ലല്ലോ എന്നാ ഞാൻ പറഞ്ഞത്. മൈഥിലി, നിന്റെ നോട്ടത്തിൽ കാണുന്ന മനുഷ്യരെല്ലാവരും കുഴപ്പക്കാരും, അപകടകാരികളും. എടീ,
ഒരു മനുഷ്യൻ ഒരു ജോലി തരാന്ന് പറയുമ്പോ നിനക്ക് നിനക്ക് അതിലും സംശയം. എടി, എനിക്കറിയില്ലേ എന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ. അപ്പോ നീ എന്നെ ആ കാർത്തികുമായിട്ട് കമ്പയർ ചെയ്യുന്നു. കാർത്തിക് അയാളുടെ ഭാര്യയുടെ കാര്യത്തിൽ വളരെ പൊസസീവ് ആണെന്നാ ഞാൻ പറഞ്ഞത്. നീയുമായിട്ട് ആ ചെമ്പകമംഗലത്ത് നിന്ന് പുറപ്പെട്ടത് മുതൽ ഇതേ ഇവിടെ എത്തുന്നത് വരെ 10,000 പ്രാവശ്യം ഞാൻ കേൾക്കുന്ന പേരാ കാർത്തിക്. എടി, എന്നാ പിന്നെ നിനക്ക് കാർത്തികിന്റെ കൂടെ പോയി ജീവിച്ചുകൂടായിരുന്നോ? എടി, പ്രസവിച്ച കുഞ്ഞിനെയും വലിച്ചെറിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് എന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മീനാക്ഷി മറുകണ്ഠം ചാടി. അവളെ ഞാൻ വരച്ച വരയിൽ കൊണ്ടുവന്ന് നിർത്താൻ പറ്റുന്നില്ലല്ലോ. പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ എന്റെ കൈപ്പിടിയിലേക്ക് വരുന്നില്ല. എങ്ങനെയാ ചെമ്പകമംഗലത്തുകാരെ ഒന്ന് തറ പറ്റിക്കുക? ശത്രുപക്ഷത്തും ഞാൻ മിത്രമാക്കി നിർത്തിയിരിക്കുന്ന ഒരുത്തി ഉണ്ടല്ലോ, സാവിത്രി. അവിടുത്തെ വിവരങ്ങൾ അറിയാൻ അവളോട് തന്നെ ചോദിക്കാം. ഇന്ദ്രജ എന്റെ പുന്നാര നാത്തൂനാണല്ലോ. രാമേട്ടന്റെ പെങ്ങളാണെങ്കിൽ പോലും അങ്ങേർക്ക് ഇവള് ചതുർത്ഥിയെ. അതല്ലേ, ഇവളുടെ ഭാവം കണ്ടാലും ആർക്കും കലി കേറും. കൊച്ചി രാജാവിന്റെ കൊച്ചനിയത്തിയായിട്ട നടപ്പ്. ആ മോന്ത കണ്ട മുഖം അടച്ചെന്ന് കൊടുക്കാൻ തോന്നും. പക്ഷേ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ന്യൂസ് ഏജൻസി പണ്ടാരം. ആ നാത്തൂന് മുടിഞ്ഞ ആയുസാ കേട്ടോ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. നശിച്ച ഈ ലോകത്ത് ജീവിച്ചിരിക്കണോ അതോ കൊറേ എണ്ണത്തിന് തട്ടിയിട്ട് പോകണോന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണോ മുടിഞ്ഞ ആയുസ്? അതെ, അങ്ങനത്തെ വല്ല കടുകൈ ആലോചിക്കുന്നുണ്ടെങ്കിലേ ദേ ഇങ്ങോട്ട് വാ. ഇവിടെ 1-2 എണ്ണത്തിനെ തട്ടാനുണ്ട്. അത് പിന്നെ എന്റെ കണക്ക് പുസ്തകത്തിൽ കിടക്കുന്ന പേരുകളല്ലേ സാവിത്രി. ആ പേരുകൾ ഞാൻ യഥാസമയം വെട്ടിക്കോളാം. പിന്നെ എന്തൊക്കെയുണ്ട് ചെമ്പകമംഗലത്തെ വിശേഷങ്ങൾ? ഓ, ഇവിടെ വിശേഷങ്ങളുടെ മേൽ വിശേഷങ്ങളല്ലേ. അല്ല, പറയാതെ തന്നെ ചിലതൊക്കെ അറിയാം സാവിത്രി. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയെന്നാ ചോദിച്ചത്. പുതിയതായിട്ട് ഒരു പൂജ, കഷ്ടകാല നിവാരണ പൂജ എന്നൊക്കെ പറയാം. കഷ്ടകാല നിവാരണ പൂജയോ? അതെന്ത് പൂജയാ? അതൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും തറവാട്ടിലെ കഷ്ടകാലങ്ങളും ദോഷങ്ങളും മാറാനുള്ള പൂജയാ. ഓ, എന്റെ കാര്യം ഇവളോട് പറയണ്ട. എങ്ങനെയാ പൂജയുടെ ചടങ്ങുകൾ? അത് അമ്പലത്തിൽ വെച്ചിട്ടാണോ അതോ? അല്ലല്ല, ഇവിടെ വീട്ടിൽ വെച്ച് തന്നെയാ പൂജ നടത്തുന്നത്. പിന്നെ ആ പൂജയ്ക്കൊരു പ്രത്യേകതയുണ്ട്. പുതിയതായിട്ട് കല്യാണം കഴിച്ച, അതായത് നവദമ്പതികളാ ആ പൂജ ചെയ്യേണ്ടത്. എന്നുവെച്ചാ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് വേണം ആ പൂജയ്ക്കിരിക്കാൻ. മീനാക്ഷിയും കാർത്തിക്കും ഒരേ മനസ്സോടിരുന്ന് വേണം അങ്ങനൊരു പൂജ ചെയ്യാനെന്ന്. ഓഹോ, അങ്ങനെ. അപ്പൊ സാവിത്രി സമ്മതിച്ചോ അങ്ങനൊരു പൂജ നടത്താൻ? അയ്യോ, ഞാനതിന് സമ്മതിച്ചില്ലെങ്കിലേ എന്റെ കാര്യം കട്ടപ്പുകയാവില്ലേ. ഓഹ്, പറയണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാൻ വെച്ചേക്കട്ടെ ഇന്ദ്രജെ. ശരി ശരി. എന്തെങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ ശ്രമിച്ച അപ്പോഴേക്കും ഇവളെന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത് കളയും. നാശം. എന്തേലും ആട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.